بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنف كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا، رب تمم بالخير والسعادة. الله ولي التوفيق ومنه التحقيق وبه التصديق، إنما الأعمال بالنيات والعاقبة للمتقين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഇനി വൈൻകാന എന്ന് പറഞ്ഞ കാന താമ, അപ്പോൾ ഉണ്ടെങ്കിൽ എന്നർത്ഥം. എന്തുണ്ടെങ്കിൽ? എഴുതുറുണ്ടെങ്കിൽ. എഴുതുറ് ഇല്ലം വെക്കുന്ന എഴുതുറുന്ന എന്നല്ലേ മുമ്പ് പറഞ്ഞു. എഴുതുറില്ലെങ്കിൽ അവിടെയും കാന താമ തന്നെ. അപ്പോൾ വൈൻകാനായി ഉചിത എഴുതുറുൻ. അപ്പോൾ കാനന്റെ തഫ്സീറുണ്ട്, അതിന്റെ മുസ്തത്തിറായ ദമീർ, അതിന്റെ മർജുവിന്റെ തഫ്സീറുണ്ട്. അതാ ഉചിത എഴുതുറുണ്ടായാൽ. അപ്പൊ ഇങ്ങനെ രണ്ട് റുക്കനും കൊണ്ട് ബിന്ദുമ്പോ എഴുതുറില്ലെങ്കിൽ എന്തായി? നേരത്തെ പറഞ്ഞു ഔബി റുക്കനൈനി ബിയൻ ഫറഗ മിൻഹുമാ ഓ ഫീമാ ഖബ്ലഹുമാ ഫഇല്ലം യകുൻ ഉദുറുൻ ബത്തലത്ത് എന്നല്ലേ പറഞ്ഞു. ഇനി വൈകാന അങ്ങനെ ഉദുറുണ്ടെങ്കിൽ അതെങ്ങനെ? ബിയൻ നസ്റായ ഖിറാഅത്തഹു, ഇമാമ് അയാളെ ഖിറാഅത്ത് ധൃതിയിലാക്കി. ഇമാമ് വേഗം സ്പീഡിൽ ഓതി. പിന്നെ വറഖ ഖബ്ല ഇത്മാമിൽ മഅ്മൂമിൽ ഫാത്തിഹത, മഅ്മൂമ് ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് എന്തായി പോയി? ഇമാമ് റുക്കൂ ചെയ്ത്. അപ്പൊ അവിടെ ഖിലാഫുണ്ട്. ഫഖീല യത്ബഉഹു വതസ്ഖുൽ ബാഖിയതു, ആ മഅ്മൂം ഇമാമിനെ പിന്തുടരണം, ഫാത്തിഹയിൽ ബാക്കിയുള്ളത് സാഖിത്താവും എന്ന് മസ്ബൂക്ക് പോലെയാണ്. വസ്സഹീഹു യുതിമ്മുഹാ, സഹീഹ് ആ ഫാത്തിഹ പൂർത്തിയാക്കണം. വയസഅ ഖൽഫഹു, ഇമാമിന്റെ പിന്നിലിങ്ങനെ പോണം. മാലം യുസ്ബഖ്, ആ ഇമാമ് മുൻകടക്കപ്പെടാതിരിക്കുമ്പോ, ആ മഅ്മൂമ് മുൻകടക്കപ്പെടാതിരിക്കുമ്പോ ബി അക്സറ മിൻ സലാസത്തി അർക്കാനിൻ മഖ്സൂദത്തിൻ, മഖ്സൂദത്തായ 3 റുക്കിനേക്കാൾ അക്സർ കൊണ്ട് മുൻകടക്കപ്പെടാതിരിക്കുമ്പോ. മഖ്സൂദത്തായ റുക്കിന് എന്ന് പറഞ്ഞത് ഏതാ? വഹിയ തവീലത്താണ്. പിന്നെ 3 അക്സർ കൊണ്ട് മുൻകടന്നാലോ ഫൈൻ സുബിഖ ബി അക്സറ, ഇമാം അങ്ങ് പോയിട്ട് 3 കഴിഞ്ഞ്. എന്നാൽ ഫഖീല യുഫാരിഖുഹു, ആ മഅ്മൂം ഇമാമിനെ മുഫാറഖത്ത് ചെയ്യണം എന്നൊരഭിപ്രായം. എന്നാൽ വല്ലസഹു യത്ബഉഹു ഫീമാ ഹുവ ഫീഹി, മുഫാറഖത്ത് ചെയ്യണമെന്ന് പറയാം. മുഫാറഖത്ത് ചെയ്യൽ നിർബന്ധമാണ്, വേറെ മാർഗമില്ല. അങ്ങനല്ല, അസഹ യത്ബഉഹു ഫീമാ ഹുവ ഫീഹി, ആ ഇമാം ഏതിലാണോ ഉള്ളത് അതിൽ പിന്തുടരണം. അപ്പൊ അതിന്റെ ഇടക്കുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് വേഗം പോകണം എന്നർത്ഥം. സുമ്മയത്തദാറക്കു ബഅദ സലാമിൽ ഇമാമി, പിന്നെ നഷ്ടപ്പെട്ട എന്താക്കുക? ഇമാമിന്റെ സലാം വീട്ടിയതിന്റെ ശേഷം വീണ്ടെടുക്കുക. 1 റക്അത്താണെങ്കിൽ 1 റക്അത്ത്, അങ്ങനെ പോകുന്നില്ല. അത് ഞാൻ റക്അത്തിൽ സംഭവിക്കാമല്ലോ. അപ്പൊ എത്ര റക്അത്താണ് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുക. ഇങ്ങനെയാണ് വിതുറുണ്ടാവുമ്പോ ഉള്ളത്. അപ്പൊ അത് വായിച്ച മത്തനാ. ഇനി വൈകാനായി ഉചിത ഉദുറും ബിയൻ അസ്റാൽ ഇമാമു, ഇമാമ് ധൃതിയാക്കി. ഖിറാഅത്തഹു, ഇമാമിന്റെ ഖിറാഅത്തിനെ ധൃതിയിലാക്കി. പിന്നെ ഖിറാഅത്തഹു വൽ മഅ്മൂമു ബത്തിഉൽ ഖിറാഅത്തി, മഅ്മൂമാണെങ്കിൽ ബത്തിഉൽ ഖിറാഅത്ത. അപ്പൊ ഇമാമ് ധൃതിയിലാക്കി എന്ന് പറഞ്ഞാൽ സാധാരണ ഓതുന്നതിനേക്കാൾ, സാധാരണ എല്ലാവരും ഓതുന്നൊരു ഓതലുണ്ടാവുമല്ലോ, അതിനേക്കാൾ സ്പീഡാക്കിയെന്നാ. അപ്പോ മഅ്മൂമാണെങ്കിലോ ആ സ്പീഡ് ഇല്ലാത്ത ആളുമാണ്.
അതുകൊണ്ടാണ് എന്ത് ബത്തിയുൽ ഖിറാഅത്തിൽ അജിസിൻ ഖൽഖിയ്യൻ എന്ന് പറഞ്ഞത്. പിന്നെ സൃഷ്ടിപരമായ ഒരു അജിസിന് വേണ്ടി. ചിലർക്ക് എങ്ങനെ ആയാലും എന്താവൂല, നാവ് പടപടാ അങ്ങോട്ട് ചലിച്ചു കിട്ടൂല. അപ്പം എന്താവും, ആ ഒരു ലേശം പിന്നാലെ പതുക്കെ ആവാൻ കഴിയുള്ളൂ, അധികം സമയം എടുക്കും. അതാണ് പിന്നെ അജിസിൻ ഖൽഖിയ്യൻ ലാലി വസ്വസത്തിന് വേണ്ടിയല്ല. വസ്വാസ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ബിന്ദു ബത്തിയുൽ ഖിറാഅത്താവും, അങ്ങനല്ല, അത് ഇറായി കൂട്ടൂല എന്നർത്ഥം. അവിടെ പറയുന്നു എമ്പകി ബി വസ്വസത്തിൻ സാറത്ത് കൽ ഖൽഖിയ്യത്തി, എന്നാൽ ഖൽഖിയ്യ പോലെ സൃഷ്ടിപരമായുള്ള അവിടെ ചില നുസ്ഖയിൽ കൽ ഖലീഖത്തി എന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ ഖൽഖിയ്യത്തിന്നാ, ഒരു ഖൽഖിയായ വസ്വാസ് പോലെ ആയിത്തീർന്ന വസ്വാസ്. അപ്പോ സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കലിമത്ത് ആവർത്തിച്ച് ഉച്ചരിക്കുക ശരിയായില്ല എന്നുള്ള തോന്നലുകൊണ്ട് ഇതിനാണല്ലോ. അതൊരു സൃഷ്ടിപരമായ സ്വഭാവമാണ്, ഒഴിവാക്കാൻ പറ്റാത്തടത്തേക്ക് എത്തിപ്പോയ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ബിഹൈസു യഖ്തഉ കുല്ലു മൻ റആഹു, ഖൽഖിയ്യത്ത് പോലെയായ വസ്വാസത്തെ ഏതാണ്, അത് അയാളെ കാണുന്ന എല്ലാവരും ഉറപ്പിച്ചു പറയും. യഖ്തഉ കുല്ലു മൻ റആഹു ബിഅന്നഹു ലാ യുംകിനുഹു തർക്കുഹാ, ഈ മഅ്മൂമിന് ആ വസ്വാസത്തിനെ ഒഴിവാക്കാൻ സാധിക്കൂല, മുംകിനല്ല, ഇംകാനില്ല എന്ന് ഉറപ്പിച്ചു പറയും, ഖത്വ ചെയ്ത് പറയും. അതാണ് ഖൽഖിയ്യത്തായ വസ്വാസം എന്ന് പറഞ്ഞത്. അങ്ങനത്തതിൽ വേണ്ടതാണ് യത്യ ഫീഹി മാഫി ബത്തിഇൽ ഹറക്കത്തി, ഹറക്കത്ത് ചലനം പതുക്കെയായ ആളിലുള്ള ഒന്ന് വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളിന് ഉതിരുണ്ട് എന്നർത്ഥം. ബത്തിയുൽ ഹറക്കത്താണെ മഴദൂറാണെന്നല്ലേ, അപ്പൊ അയാൾക്ക് 3 റുക്കിനുകൊണ്ട് ബിന്ദാം എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ വസ്വാസ് ആ ഉതിരിൽ പെട്ടതാണ്. അവിന്തളറ സക്തത്തൽ ഇമാമി, അല്ലെങ്കിൽ ഇയാൾ പ്രതീക്ഷിച്ചു എന്തിനെ, ഇമാമിന്റെ സക്തത്തിനെ പ്രതീക്ഷിച്ചു. അത് ബിയൻ അസ്റാ എന്ന് പറഞ്ഞാൽ അസ്റാന്റെ മേലെ അത്തുഫാണ്. അപ്പോ ഇൻകാന ഉഴുതുറുൻ എങ്ങനെ ബിയൻ ഇന്ദളറ സക്തത്തൽ ഇമാമി ലിയഖറഅ ഫീഹൽ ഫാത്തിഹത്ത, ഇമാമ് മൗമൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ ഒരു സമയം കൊടുക്കണമല്ലോ. ഉറക്കം ഓതുന്ന നിസ്കാരങ്ങളിൽ, ജഹരിയായ നിസ്കാരങ്ങളിലാണല്ലോ അതുള്ളത്. അപ്പോൾ ഫാത്തിഹ ഓതിയിട്ട് അപ്പോൾ ആ സക്തത്ത് കിട്ടും. അപ്പോൾ ഫാത്തിഹ ഓതാന്ന് വിചാരിച്ച് സാധാരണ ജഹരിയായ നിസ്കാരത്തിലൊക്കെ അങ്ങനെയല്ല ചെയ്യുക, ഫാത്തിഹ കേട്ട് നിൽക്കും. എന്നിട്ട് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ഇമാമ് കുറച്ച് സമയം കൊടുക്കണം. ആ സമയം കൊടുക്കുമ്പോൾ ഇമാമ് വെറുതെ ഉണ്ടാകുന്ന നിൽക്കുകയല്ലേ, ദിക്ർ ചെല്ലുക, ഖുർആൻ ഓതൊക്കെ ചെയ്യാം. അത് മസല അവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ആ സക്തത്തിൽ ഓതാന്ന് പ്രതീക്ഷിച്ചു നിന്നു. അപ്പം എന്തായി, ഫറഖ ഇമാം എന്താക്കി, ആ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ അങ്ങ് സുജൂദി റുക്കൂഅ് ചെയ്തു. ഉടനെ റുക്കൂഅ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇമാം മഅ്മൂം എന്താക്കണം, ഫാത്തിഹ ഓതി പൂർത്തിയാക്കിയല്ലേ പോകാൻ പറ്റുള്ളൂ, ഫാത്തിഹ നിർബന്ധം ഉണ്ടല്ലോ. അപ്പൊ എന്തായി, ഫാത്തിഹ ഓതാൻ വേണ്ടി പിന്താതു എഴുതറാണ്. അലൽ ഔജഹി, ഈ പറഞ്ഞത് ഔജഹ അനുസരിച്ചാണ്, അല്ല അയാള് മസ്ബൂക്ക് പോലെയാണ് എന്ന് വേറെ ഇയാളെ തൊട്ട് ഫാത്തിഹ സാക്കിത്താവും പിന്നെ മസ്ബൂക്കുമിനെ പോലെയാണ് എന്ന് വേറെ അഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് അലൽ ഔജഹി എന്ന് പറഞ്ഞ. അപ്പൊ രണ്ടാമത്തെ രൂപ എഴുതറിന്റെ ഔ സഹാൻ ഇമാം, അല്ലെ ഫാത്തിഹ പോകുന്നതിനെ തൊട്ട് ഖിറാഅത്തിനെ തൊട്ട് മറന്നുപോയി. ഇയാളിങ്ങനെ വേറെന്തോ ആലോചിച്ചെന്നാ ഹത്താറക്കാൽ ഇമാം, ഇമാം റുക്കൂഅ് ചെയ്യുന്നവരെ മറന്നുപോയി. അപ്പൊ ഇമാം ഫാത്തിഹ ഓതി സൂറത്തോതിയൊക്കെ കഴിഞ്ഞിട്ട് റുക്കൂഅ് അല്ലാഹു അക്ബർ എന്ന് റുക്കൂഇലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഫാത്തിഹ ഓതിയില്ലല്ലോ എന്ന് ഓർമ്മയായത്. അപ്പൊ എന്തായി, അവിടെ നിന്ന് ഫാത്തിഹ ഓതണല്ലോ. അപ്പോഴും 3 റുക്കിന് വരെ പിന്താവുണ്ട്. പിന്നെ ഇനി വലം തുഖയ്യദിൽ വസ്വസത്ത് ഹുന ബിൽ ആഹിറത്ത്, ഇവിടെ വസ്വസത്ത് ഒഴികെന്ന് പറഞ്ഞു. ആ വസ്വസത്ത് ലാലി വസ്വസത്തിന് എന്നല്ലേ പറഞ്ഞുള്ളൂ, ലാവി വസ്വസത്തിന് ലാഹിറത്തിന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ എവിടെ പറഞ്ഞു, വയും കൊയ്യിദത്ത് ബിഹ, ഏതവസ്ഥയിൽ ആ ലാഹിറത്ത് കൊണ്ട് വസ്വസത്ത് കൈതാക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഫി ഇദ്റാക്കി ഫളീലത്തി തഹറുമി, തഹറുമിന്റെ ഫളീലത്ത്, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് എത്തിക്കുമ്പോ അത് ചെറിയ വസ്വാസം ഉണ്ടാകുന്നത് ലാഹിറായ വസ്വാസം ഉണ്ടാകുന്ന ഒരു വ്യത്യാസം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാ പറയാഞ്ഞതിൽ അത്തി തഫ്സീലി സമ്മ,
അവിടെ ലാഹിറത്തും അല്ലാത്തതുമായ വസ്വാസിന്റെ ഇടയിൽ ഉള്ള വ്യത്യാസം അവിടെ വരും. ലാഹുന ഇവിടെ വരൂല. അതുകൊണ്ട് ഇവിടെ കൈതാക്കിയില്ല. കാരണം എന്താ, ഇവിടെ വരാതിരിക്കാൻ കാരണം ലാഹുന എന്ന് പറഞ്ഞതിന് ഇല്ലത്ത് പറയുന്നത്. ഇത് തഖല്ലുബുലഹ, ആ വസ്വാസിന് വേണ്ടി പിന്തല് ഇല തമാമി റുക്കനേന്, 2 റുക്കിന് പൂർത്തിയാകുന്നവരെ, അതായത് ഇമാമിന്റെ 2 റുക്കിന് പൂർത്തിയാകുന്നത് വരെ മഅ്മൂമ് വസ്വാസ് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ആ 2 റുക്കിന് പൂർത്തിയാകുന്നവരെ പിന്തല് യസ്തൽസിമു ദുഹൂറഹ, അത് ആ വസ്വാസ് ലാഹിറത്താണ് എന്നതിനെ ലാസിമാക്കും. അപ്പൊ പിന്നെ അവിടെ ഇവിടെ കൈതില്ല. അതുകൊണ്ട് അമ്മാമൻ തഖല്ലബലി വസ്വസത്തിൻ, അപ്പൊ കഴിഞ്ഞിട്ട് ലാലി വസ്വസത്തിൻ എന്ന് പറഞ്ഞതിന്റെ ഹുക്മ അറിയാം. അപ്പോ വസ്വാസിന് വേണ്ടി പിന്തിയ ഒരാള് ഫലായസ്കുത്തു അന്നു ഷൈഉം മിൻഹ, ആ ഖിറാഅത്തിൽ നിന്ന് ഒന്നും സാഖിത്താവൂല എന്നാണ്. ഷൈഉം മിൻഹ, ഖിറാഅത്ത് ഫാത്തിഹയിൽ നിന്ന് ഒന്നും സാഖിത്താവൂല. അപ്പൊ അയാൾക്ക് ഉദുറില്ല. അപ്പൊ എന്താക്കാം, ആ 2 റുക്കിന് വരെ പിന്താ ഉദുറില്ലാതെ. അതിലധികമായി കഴിഞ്ഞാലോ മസല പറയുന്നുണ്ട്, മുഫാറക്കത്ത് നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരെപ്പോലെ മന്ദഖല്ലഫലി വസ്വസത്തിന് എന്ന് പറയുക മുതഅമ്മിദി തർക്കിഹ, ഫാത്തിഹ ബോധപൂർവ്വം ഒഴിവാക്കിയ ആളെ പോലെ. ഇമാം റുക്കൂ ചെയ്യുന്നവരെ ബോധപൂർവ്വം ഫാത്തിഹ ഓതാതെ നിന്നു, അയാളെന്താണ്, അയാൾക്ക് ഉദുറില്ല എന്ന് പറഞ്ഞല്ലോ നമ്മള്. പിന്നെ വമാ ബഅദ ഖൗലി, എന്റെ കൗലിന്റെ ശേഷമുള്ള ഒരാളെ പോലെയും, മുതഅമ്മിദി തർക്കിഹ എന്നുള്ളതിന്റെ മേലെ അത്ഫ. അപ്പൊ അയാളെ പോലെയും ഏതാണ് എന്റെ കൗലു, മിസ്ലുഹു എന്ന് പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ശേഷമുള്ള കൗലിൽ പറഞ്ഞവരും ഇവർക്കാർക്കും ഇവരില്ലാത്തവരാ. ഫലഹു തഖല്ലുഹു, അപ്പൊ ഇവർക്കെല്ലാം ജായിസാണ് പിന്തലിൽ ഇക്മാലിഹ, ആ ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഏതുവരെ പിന്താമില ഖുർബി ഫറാഗൽ ഇമാമി മിനർ റുക്നി സാനി, ഇമാം 2ാമത്തെ റുക്നിൽ നിന്ന് ഫാരിഗാകാൻ അടുക്കുന്നത് വരെ പിന്താം. ഫാരിഗാകാൻ അടുക്കുമ്പോ എന്ത് വേണ്ടി വരും, ഫഹീന ഇതിൻ യൽസമുഹുൽ മുഫാറഖത്ത് നിയ്യത്തുൽ മുഫാറഖത്തീന, ആ സമയത്ത്, അതായത് 2ാമത്തെ നിന്ന് തീർന്ന അടുത്തയിലേക്ക് പോയിപ്പോയാൽ പറ്റൂല. അപ്പോഴത്തേക്ക് എന്തായി പോയി, നിസ്കാരം പത്തലായി പോ. അപ്പൊ അതിനു മുമ്പ് ആ ഫറാഗിനോട് അടുക്കുന്ന സമയത്ത് യൽസമുഹു, ഇയാൾക്ക് ഈ പറഞ്ഞവർക്കൊക്കെ വസ്വാസിന് വേണ്ടി പിന്തിയവര്, മിസ്ലുഹു എന്ന് പറഞ്ഞ കൗലിന്റെ ശേഷം പറഞ്ഞവര്, ഫാത്തിഹ ബോധപൂർവ്വം എന്താണ് ആ ഒഴിവാക്കി നിന്നവര്, ഇവർക്കൊക്കെ നിർബന്ധമാണ് യൽസമുഹു. അതിന് ആ നിർബന്ധമാണെന്ന് പറയാൻ കാരണം ലിബുത്തുലാനി സ്വലാത്തിഹി, നമസ്കാരം ബാത്തിലാവും. ബിശുറൂഇൽ ഇമാമി, ഇമാമ ആരംഭിക്കൽ കൊണ്ട്, ഫീമാ ബഅദഹു, 2ാമത്തെ റുക്കിന്റെ ശേഷമുള്ള ഒന്നിൽ ആരംഭിച്ചാൽ അപ്പൊ നമസ്കാരം ബാത്തിലാവുമല്ലോ. അപ്പൊ ഈ 2ാമത്തെ തീരാനാവുമ്പോഴത്തേക്ക് തന്നെ നിർബന്ധമാണ് നിയ്യത്തുൽ മുഫാറഖത്തി, മുഫാറഖത്തിന്റെ നിയ്യത്ത് നിർബന്ധമാണ്. എപ്പോ ഇൻ ബഖിയ അലൈഹി ഷൈഉം മിന്ന, ആ ഖിറാഅത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ബാക്കി ഉണ്ടെങ്കിൽ, അല്ല ബാക്കിയില്ല അപ്പോഴത്തേക്ക് ഓതി തീർന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ, മുഫാറഖ് ചെയ്യേണ്ട ഇമാമിനെ തുടർന്ന് അങ്ങനെ പോകാലോ. എന്തിനു വേണ്ടിയാണ് മുഫാറഖത്ത് നിയ്യത്ത് ചെയ്യേണ്ടത്, ലീക്മാലിഹി, ആ ബാക്കിയുള്ളത് പൂർത്തിയാക്കാൻ വേണ്ടി മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്യണം എന്നാ. പിന്നെ വബുഹിസ, ഇവിടെ ഒരു ബഹ്സുണ്ട്. എന്താണ്, എന്ന മഹല്ല ഖത്തിഫാരി റുക്കിനൈനി, 2 റുക്കിന് പൊറുക്കപ്പെടുന്നതിന്റെ മഹല്ല് ഫഖത്ത്, 2 റുക്കിന് മാത്രം. ലിൽ മുവസ്വിസി, വസ്വാസുള്ള ആളിന് 2 റുക്കിന് മാത്രം പൊറുക്കപ്പെടുന്നതിന്റെ മഹല്ല് ഇദസ്തമറത്തിൽ വസ്വസത്തു, വസ്വാസ് നിലനിന്നാലാണ്. ബഅദ റുക്കുഉൽ ഇമാമി, ഇമാമിന്റെ റുക്കുവിന്റെ ശേഷവും ഇയാൾക്ക് വസ്വാസ് ഉണ്ടായി ഇങ്ങനെ നിലനിന്നാലാണ്. അപ്പോ ഇമാമിന്റെ റുക്കുവിന്റെ ശേഷം നിലനിന്നില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും ചിലവര്. ഇമാം റുക്കുവിൽ പോയാൽ എന്താണ്, ഇയാളെ വസ്വാസൊക്കെ കണ്ടുപോകും, പിന്നെ പെട്ടെന്ന് ഓതാം. അതുവരെ ഇങ്ങനെ എന്താണ്, ഒന്നീ തക്ബീറത്തുൽ ഇഹ്റാമിന് അല്ലാഹു 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 അക്ബർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്താണ് അൽഹംദു അൽഹംദു ഇയ്യാക നഅ്ബുദു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇമാം റുക്കുവിൽ പോയി നായാൽ പിന്നെ സ്പീഡാവും. അങ്ങനെ ചിലവരുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് 2 റുക്കിനിലധികം. ഫൈൻ തറക്കഹ ബഅദഹു, അപ്പൊ വസ്വസത്തിനെ ഇമാമിന്റെ റുക്കുവിന്റെ ശേഷം ഒഴിവാക്കിയാൽ ഓത്തുഫിറ ലഹു തഖല്ലുഫു, അപ്പൊ ഇയാൾക്ക് എന്താണ് തഖല്ലുഫ് പൊറുക്കപ്പെടും. ലീക്മാലിഹ, ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് വേണ്ടി. മാലം യുസ്ബഖ ബി അക്സറ മിൻ സലാസത്തിൻ തവീലത്തിൻ, തവീലായ 3 റുക്കിനേക്കാൾ അധികം കൊണ്ട് പിന്നെ മുൻകടക്കപ്പെടാത്തടത്തോളം പൊറുക്കപ്പെടും.
എന്ന് പറഞ്ഞാൽ അവന് ഇവ മഴദൂറാണ് എന്നർത്ഥം, ഈ വസ്വാസിന്റെ ആള് മഴദൂറാണ്. അങ്ങനെ ബഹ്സ് ചെയ്യാൻ കാരണം എന്താ, അന്നഹു ലാ തഖ്സീറ മിൻഹു അല്ലാൻ, കാരണം ഇമാം റുക്കൂ ചെയ്തതിന്റെ ശേഷമാണല്ലോ എന്ത് വരുന്നത്, ഇത് തഖല്ലുഫ് വരുന്നത്. അപ്പൊ ഇയാളിൽ നിന്ന് ഇപ്പോ എന്തില്ല, തഖ്സീർ ഇല്ല എന്നാണ് ആ ബഹ്സിന് കാരണം പറഞ്ഞത്. എന്നാൽ വഫീഹി നളറുൻ, ആ പറഞ്ഞതിൽ നളറുണ്ട് ആ ബഹ്സിൽ. കാരണം എന്താ, ഇതിൽ ഔജഹു അന്നഹു ലാ ഫർഖ, കാരണം അവിടെ ഫർക്ക് ഇല്ല എന്നാ ശരി. ഇതിൽ ഔജഹു അല്ല ബലിൽ ഔജഹു എന്നല്ലേ, വഫീഹി നളറുൻ, അതിൽ നളറുണ്ട്. കാരണം എന്താ, ബലിൽ ഔജഹു അന്നഹു ലാ ഫർഖ, ഫർക്കില്ലാന്നാ. കാരണം എന്താ, അന്ന തഫ്വീത ഇക്മാലിഹ, ആ ഫാത്തിഹ പൂർത്തിയാക്കലിനെ നഷ്ടപ്പെടുത്തുന്നത് ഖബല റുക്കൂഇൽ ഇമാം, ഇമാം റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹ പൂർത്തിയാക്കണമല്ലോ അല്ലേ, ഇയാൾ മുവാഫിക്കാണല്ലോ, മസ്ബൂക്കല്ലല്ലോ. അപ്പൊ പൂർത്തിയാക്കണം. അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഇയാൾ ഇങ്ങനെ വസ്വാസം കളിച്ച് നിന്നതല്ലേ. നഷ ആ തഫ്വീത്ത്, ആ നഷ്ടപ്പെടുത്തൽ ഉണ്ടായത് മിൻ തഖ്സീരിഹി, ഇവന്റെ തഖ്സീറിൽ നിന്നുണ്ടായതാണ്. എങ്ങനെ തഖ്സീർ, ബി തർദീദിൽ കലിമാത്തി, കലിമാത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടുണ്ടാകുന്ന തഖ്സീർ, വീഴ്ച. കലിമാത്ത് ഇങ്ങനെ ആവർത്തിക്കണ്ടല്ലോ, അത് വസ്വാസല്ലേ. അപ്പൊ അതിൽ നിന്നുണ്ടായതാണ്. മിൻ ഗൈരി ബുത്ഇൻ ഖൽഖിയ്യിൻ ഫീ ലിസാനിഹി, ഇവന്റെ നാവില് സൃഷ്ടിപരമായ വൈകല്യമൊന്നും ഇല്ലാതെ, പിന്നെ സൃഷ്ടിപരമായ സാവകാശം ഇല്ലാതെ തന്നെ എന്ത് ചെയ്തു, ഇവനിങ്ങനെ തർദീദാക്കിയത്, അതുകൊണ്ടുണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തില്ല, ഇവന് ഫർക്കില്ല, അപ്പോൾ ഇതില്ല എന്നർത്ഥം. പിന്നെ സവാഉന്ന നഷാദാലിക മിൻ തഖ്സീരിഹി ബി തഅല്ലുമി അമ്മിൻ ശക്കിഹി ഫി ഇത്മാമിൽ ഹുറൂഫി. അപ്പൊ ആ തർദീദ് കാരണമുണ്ടായ തഖ്സീർ, ആ തഖ്സീർ ഉണ്ടാകുന്നത് സമമാണ് ആ നഷഅദാലിക. ദാലിക എന്ന് പറഞ്ഞാൽ ആ തർദീദുൽ കലിമാത്ത്, അതിനെ ഷർവാനി ബമീർ മണിക്കത്. ആ തർദീദുൽ കലിമാത്ത് കൊണ്ടുണ്ടായ ഒരു തഖ്സീർ ഉണ്ട്. അത്തഖ്സീർ വേറെ തഖ്സീർ എന്നുള്ളതാകാം. ആ തർദീദുൽ കലിമാത്ത് ഉണ്ടായത് എന്തിൽ നിന്നാണ്, മിൻ തഖ്സീരിഹി ബി തഅല്ലുമി, പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണ്. അപ്പൊ ശരിയായ മഖ്റജുകൾ മനസ്സിലാകാതിരിക്കുമ്പോൾ ഒരു ശരിയായ എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ വരുമല്ലോ. അതുകൊണ്ടാകാം അമ്മിൻ ഷക്കിഹി ഫി ഇത്മാമിൽ ഹുറൂഫി, അല്ലെങ്കിൽ നേരെ പഠിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഞാനിപ്പോ ഉച്ചരിച്ചത് ആ ഉച്ചാരണം പൂർണ്ണമായോ അല്ലേ, ഹുറൂഫുകളെ പൂർത്തിയാക്കിയോ എന്നതിൽ സംശയമുള്ളത് കൊണ്ടാകാം. ഫലാ യുഫീദുഹു തർക്കുഹു, രണ്ടായാലും ശരി എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഫലാ യുഫീദുഹു, അപ്പോ തെർക്കുഹു, ഇവന് ഉപകാരം ചെയ്യൂല, ഈ വിശ്വാസമുള്ള ആളിന് ഉപകാരം ചെയ്യൂല. തെർക്കുഹു തഖ്സീറിനെ ഒഴിവാക്കല്. ബഅദ റുക്കൂഇൽ ഇമാമി, ഇമാമിന്റെ റുക്കൂഇന്റെ ശേഷം ആ പിന്നെ തഖ്സീറിനെ ഒഴിവാക്കി. റുക്കൂഇൽ ഇമാമി റഫഅ ദാലിക തഖ്സീർ. എന്തിനെ ഫായിദപ്പിക്കൂല, ഫലാ യുഫീദുഹു, അവന് ഫായിദപ്പിക്കൂല തെർക്കുഹു, പിന്നെ ഈ തഖ്സീറിനെ ഒഴിവാക്കല്. ഇമാം റുക്കൂ ചെയ്തതിന്റെ ശേഷം, അല്ലെങ്കിൽ എന്താണ് ആ തർദീദുൽ കലിമാത്ത് ആയിക്കോട്ടെ. റഫു തെർക്കുഹു എന്ന് പറഞ്ഞത് നേരത്തെ തറക്കഹ എന്ന് പറഞ്ഞ വസ്വസത്തല്ലേ, ആ വസ്വാസ തർദീദുൽ കലിമാത്ത് എന്ന് പറഞ്ഞ ഒന്നല്ലേ. അപ്പൊ ഫലാ യുഫീദുഹു തർക്കുഹു, ആ തർദീദുൽ കലിമാത്തിനെ ഇവൻ ഒഴിവാക്കി എന്നത് ഇവന് നേട്ടമുണ്ടാക്കൂല. ഇമാം റുക്കൂ ചെയ്തതിന് ശേഷം ഒഴിവാക്കി എന്നതിന് എന്ത് നേട്ടം ഉണ്ടാക്കൂല. ഫലാ യുഫീദുഹു റഫഅ ദാലിക തഖ്സീർ. ലാ യുഫീദുഹു എന്ന് പറഞ്ഞതിന്റെ രണ്ടാം മഫൂലാണ്. പിന്നെ എന്ത് നേടിക്കൊടുക്കൂല ഇവന്, ആ തഖ്സീറിനെ ഇല്ലാതാക്കുക എന്നതിനെ നേടിക്കൊടുക്കൂല. അപ്പൊ പണ്ട തഖ്സീർ ഉണ്ടായതാണ്, ആ തഖ്സീർ നിലനിൽക്കുന്ന അർത്ഥം. അത് നിലനിന്നാൽ ഇവൻ മഅ്ദൂറല്ല എന്നർത്ഥം. അപ്പൊ രണ്ട് റുക്കിന് വരെ പിന്താൻ പറ്റുള്ളൂ. ഇനി ഉൽഹിഖ ബി മുന്തളിരി സക്തത്തിൽ ഇമാമി വസ്സാഹി അൻഹ. ഇപ്പോ ഇമാമ് ഫാത്തിഹ ഓതാൻ സമയം കൊടുക്കും. ആ സക്തത്തുണ്ടല്ലോ, അപ്പൊ ഫാത്തിഹ ഓതാമെന്ന് പ്രതീക്ഷിച്ച് നിന്ന ആള്
അപ്പൊ ഇമാമ എന്താണ് സൂറത്ത് ഓതാതെ എന്ത് ചെയ്തു, ഈ സക്തത്ത് കൊടുക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്തു, അങ്ങ് റുക്കോയിൽ പോയി. അയാളപ്പോ അയാളെ മൂന്നാമത്തെ റക്അത്തെന്ന് വിചാരിച്ചോണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബോധപൂർവ്വം ഒഴിവാക്കി പോയതായിരിക്കാം. എന്തായാലും നിസ്കാരം പാത്തിലൊന്നും ആവില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ആളും അയാളോട് ചേർക്കപ്പെട്ടു സാഹി അൻഹ എന്ന പോലെ ആ ഫാത്തിഹ മറന്നു നിന്ന ആള് ഇമാം റുക്കോൾ ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നത് എന്ന് പറഞ്ഞല്ലോ. ഇവർ രണ്ടാളോടും ചേർക്കപ്പെട്ടിട്ടുണ്ട്. മന്നാമ മുത്തമക്കിനൻ ഫി തശഹുദി, ഒരാള് എന്ത് ചെയ്തു, ചന്തി ഉറപ്പിച്ചിരുന്ന് ഇരിപ്പിടം ഉറപ്പിച്ചിരുന്ന് ഉറങ്ങിയ ആള്, അയാൾ എവിടെ ഇരുന്ന് ഉറങ്ങിയ ഫി തശഹുദി തഹിയാത്തിലല്ല, അതുപോലെ ഒന്നാമത്തെ തഹിയാത്തിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഫലം എത്തനബഹ്, അയാൾ ഉണർന്നില്ല. ഇല്ല വല്യ ഇമാമു റാക്കിയോൻ, ഇമാമ് മൂന്നാമത്തെ റക്അത്തിന്റെ റുക്കോയിലാണ് അപ്പോഴാ ഉണർന്നത്. പിന്നെ അപ്പോ മൂന്നാമത്തെ റക്അത്തിന്റെ റുക്കോയിലാവുമ്പോ രണ്ട് റുക്കിനുകൊണ്ട് മുന്നേ കടന്നിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തേന്ന് തല ഉയർത്തിയാല് അപസ്കാരം പാത്തിലാവും, ഇതിറില്ലെങ്കിൽ. പക്ഷെ ഇവിടെ എന്താണ് ഇയാളോട് ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇതിറുണ്ട് അല്ലെ. അപ്പൊ ഇയാൾക്ക് എഴുന്നേറ്റ് വന്ന് ഫാത്തിഹ ഓതിയിട്ട് എന്ത് ചെയ്യാ, ആ 3 റുക്കിന് വരെ പിന്താമെന്നാവും. വഖദ് യുനല്ലറു ഫീഹി, ഇങ്ങനെ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നലറ് പറയപ്പെടും, ഈ ഇൽഹാഖില് നലറ് പറയപ്പെടും. എങ്ങനെ, ബിൽ ഫർഖ് ബൈനഹുമ, ഇത് രണ്ടിന്റെ ഇടയിൽ ഫർക്ക്. ഏത് രണ്ട്, ആദ്യം പറഞ്ഞ 2 രൂപ ഉണ്ടല്ലോ, മുന്തലിറും എന്ന പോലെ സാഹിം, ഇവർ രണ്ടാളിന്റെ ഇടയിലും ഈ ഉറങ്ങിയ ആളിന്റെ ഇടയിലും ഫർക്ക് പറയാ. ബി അന്ന കുല്ലമ്മിൻ ദൈനിക്കാന്ന് പറഞ്ഞാല് മുന്തലിറും സാഹിം അവർ രണ്ടാളും എത്തിച്ചിട്ടുണ്ട്. അതിറക്ക, അവർ രണ്ടാളും എത്തിച്ചു. മിനൽ ഖിയാമി, ഖിയാമിൽ നിന്ന് എത്തിച്ചു, ഇമാമിന്റെ ഖിയാമിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. മായസഹ, ഫാത്തിഹ ഓതാൻ മതിയായൊരു സമയം എത്തിച്ചിട്ടുണ്ട്. ബിഖിലാഫിൻ നായിമി, നായിം ഒന്നും എത്തിച്ചിട്ടില്ലല്ലോ. ഇമാമ് ഖിയാമ് പൂർത്തിയാക്കി റുക്കോയിൽ എത്തുമ്പോഴല്ലേ ഇയാൾ തശഹുദിൽ നിന്ന് ഉണരുന്നത്. അപ്പൊ ഇമാമിന്റെ കൂടെ ഖിയാമിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇയാൾ അവരെ പോലെ ആവൂല. ഫല്ലൗജഹു, അപ്പൊ ഇയാളാണെങ്കിലോ അന്നഹു കമൻ തഖല്ലഫ ലി സഹ്മത്തിൻ, അപ്പൊ സഹ്മത്ത് തിരക്കുള്ളത് കൊണ്ട് വിന്ധ്യ ആളെ പോലെയാണ്. ഔബുത്ത് ഹറക്കത്തിന്, അല്ലെങ്കിൽ ഹറക്കത്ത് ചലനം എന്താണ് പതുക്കെ ആയതുകൊണ്ട് വിന്ധ്യ ആളെ പോലെയാണ്. റുക്കോയിലേക്ക് സുജൂദിലേക്കൊക്കെ വേഗം പോകാൻ കഴിയൂല, പതുക്കെ അങ്ങനെ പോയി വരാനേ കഴിയുള്ളൂ. അപ്പോഴത്തേക്ക് ഇങ്ങെത്തുമ്പോഴത്തേക്ക് എന്തായിപ്പോയി, രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് ഇങ്ങ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഇമാം റുക്കോയിലായിപ്പോയി. തിരക്കുള്ളതുകൊണ്ട് വിന്ധ്യ എന്ന് പറഞ്ഞത് എന്താണ്, സുജൂദ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ ഒരാളിങ്ങനെ ഇടക്ക് കുടുങ്ങിയിരിക്കുക. അപ്പുറം ഇപ്പുറമുള്ള ആള് രണ്ടാളും ആ സുജൂദ് 2 സുജൂദും പൂർത്തിയാക്കി എഴുന്നേറ്റതിന് ശേഷമാണ് എന്ത് ചെയ്തത്, അയാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയ. ഇയാള് നിൽക്കാണ്. അപ്പൊ ഇയാളിങ്ങനെ നൃത്തത്തിൽ നിൽക്കുക. അപ്പുറം ഇപ്പുറമുള്ള 2 ആള് സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റിട്ട് ആണ് ഇയാൾക്ക് സുജൂദ് ചെയ്യാൻ നേരം കിട്ടിയത്. അല്ലെങ്കിൽ ഒരു സുജൂദ് ചെയ്ത് മറ്റവര് ഇരുന്നപ്പോ ഇയാളൊരു സുജൂദ് ചെയ്ത്, പിന്നെന്തായി രണ്ടാമത്തെ സുജൂദ് മറ്റവര് ചെയ്ത് എഴുന്നേറ്റിട്ട് ഇയാൾ രണ്ടാമത്തെ സുജൂദ് ചെയ്ത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പൊ ഇങ്ങ് ഖിയാമിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇമാം റുക്കോയിലായി. ഇപ്പൊ എന്നാലോ അവരെ പോലെയാണെന്ന് പറഞ്ഞാൽ അവർ രണ്ടും എന്താണ്, മസ്ബൂക്കാണ്. അവരെ തൊട്ട് ഫാത്തിഹ സാക്കിത്തായിപ്പോ. നേരത്തെ പറഞ്ഞനുസരിച്ച് ഫാത്തിഹ എന്താണ് പൂർത്തിയാക്കാൻ നിർബന്ധമാണ്. അതിനുവേണ്ടി 3 റുക്കിന് വരെ പിന്തൽ എതിരുള്ള ആളാണെന്ന് പറഞ്ഞ. ഇതാണെങ്കിലോ എതിരുള്ള ആളല്ല, ഫാത്തിഹ സാക്കിത്താകുന്ന ആളാണെന്ന് പറഞ്ഞ. വഖദ് അഫ്താ ജമ്മും ഭീമൻ സമയ തക്ബീർ റഫഅ, ഇനി ഒരു ജമ്മു ഫത്വ കൊടുത്തിട്ടുണ്ട് ഭീമൻ ഒരാളെ കുറിച്ച്. സമയ അയാൾ കേട്ടിട്ടുണ്ട് തക്ബീർ റഫഅ, ഉയരുന്ന തക്ബീർ കേട്ടു. എന്തിനു ഉയരുന്ന തക്ബീർ, മിൻ സജ്ദത്തി റക്അത്തി സാനിയത്തി, രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ നിന്ന് ഉയരുന്ന തക്ബീർ കേട്ടു. ഫജലസ ലിത്തശഹുദി, അപ്പൊ രണ്ടാമത്തെ റക്അത്തിന്റെ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്തു, ജലസ ലിത്തശഹുദി, മഅ്മൂം എന്താക്കി, ഈ തക്ബീറുർ റഫ ഇമാം ഉയരുന്ന തക്ബീറാണ് കേട്ടത്. അപ്പൊ കേട്ട ആള് ജലസ മൻസമി അയാളിരുന്നു, ലിത്തശഹുദി തശഹുദിന് വേണ്ടി ഇരുന്നു. ലാന്നൻ അന്നൽ ഇമാമയെ തശഹദു, രണ്ടാമത്തെ റുക്കുവിന്റെ അല്ല സുജൂദിന്റെ രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയർന്നു വന്നാല് അവിടെ ഇരുന്ന തയ്യാത്തോതല്ലേ ചെയ്യുക. അപ്പൊ ഇമാമ തയ്യാത്തോതും എന്ന് വിചാരിച്ചിട്ട് ഇയാളും എന്ത് ചെയ്തു, അവിടെ ഇരുന്നു. കുറെ ബാക്കിലാന്ന് വെച്ചോളി. ഫൈദാവോ ഫിസാലിസത്തി, അപ്പൊ നോക്കുമ്പോ ഇമാം എന്താക്കിയില്ല, തശഹുദിന് വേണ്ടി ഇരുന്നിട്ടില്ല, നേരെ ഖിയാമിലേക്ക് അങ്ങ് പോയി. ഫകബ്ബറ ലിറുക്കുഇ, എന്നിട്ട് എന്തായി,
ഇമാം റുക്കൂവിന് വേണ്ടി തക്ബീർ ചൊല്ലി. ഫളന്നഹു ലിഖിയാമിഹ. അപ്പൊ ആ തക്ബീറിനെ കുറിച്ച് ഇയാൾ വിചാരിച്ച് പിന്നെ അത്തഹിയാത്ത് നിന്ന് എഴുന്നേക്കാൻ വേണ്ടിയുള്ള തശഹൂദ് തക്ബീറാണ്. ഫളന്നഹു മഅ്മൂം ഈ തക്ബീറിനെ കുറിച്ച് കരുതി ലിഖിയാമിഹ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേക്കാൻ വേണ്ടിയുള്ള തക്ബീറാണെന്ന് വിചാരിച്ചു. ഫഖാമ അങ്ങനെ ഈ മഅ്മൂം എഴുന്നേറ്റപ്പോഴോ ഫവജദഹു റാക്കിഅൻ. അപ്പൊ ഇമാമിനെ റുക്കൂയിലായിട്ടാണ് എത്തിച്ചത്. അപ്പൊ ഫൈദാഹു ബിസ്സാലിസത്തി എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് ഇയാൾ അറിഞ്ഞിട്ടില്ല. ഇയാൾ അറിഞ്ഞെങ്കിൽ പിന്നെ അതിന്റെ ശേഷം ഫളന്നഹു ലിഖിയാമിഹ എന്ന് വരൂലല്ലോ. അപ്പൊ അത് ഇയാൾ അറിഞ്ഞിട്ടില്ല. അത് അവിടെ എന്താണ് അത്തഹിയാത്ത് ഓതും എന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ അത്തഹിയാത്ത് ഓതാതെ മൂന്നാമത്തേലേക്ക് പോയി എന്ന് പറഞ്ഞതാ. പിന്നെ ഒരു തക്ബീർ കേട്ടപ്പോഴാണ് അത് എന്ത് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേക്കുന്ന തക്ബീർ ആയിരിക്കും എന്ന് വിചാരിച്ചത്. അങ്ങനെ നോക്കുമ്പോ എന്ത് ഇയാളെ എഴുന്നേറ്റ് നോക്കുമ്പോ മറ്റേയാൾ റുക്കൂയില ബിഅന്നഹു യർകഉ മഅഹു. അപ്പോ ഇവിടുത്തെ ഫത്വ എന്താ? ഈ മഅ്മൂം ഇമാമിന്റെ കൂടെ റുക്കൂ ചെയ്യണം എന്നാണ് ഫത്വ കൊടുത്തിട്ടുള്ളത്. അഫ്ത ബിഅന്നഹു യർകഉ മഅഹു വയതഹമ്മലു അൻഹുൽ ഫാത്തിഹത. അപ്പൊ മസ്ബൂഖിനെ പോലെയാണ് ഫാത്തിഹ ഇമാമ തഹമ്മുൽ ചെയ്യും എന്നാണ് ലിഉദ്രിഹി, അയാൾക്ക് ഉദ്റുള്ളത് കൊണ്ട്. പിന്നെ ഉദ്റ് എന്ന് പറഞ്ഞാൽ ഐ മാ ആദമി ഇദ്റാകിഹി അൽ ഖിയാമ. ഇയാൾക്ക് ഖിയാം കിട്ടിയിട്ടില്ലല്ലോ ഇമാമിന്റെ കൂടെ. ആ ഇമാമിന്റെ ഖിയാം ഇയാള് എത്തിക്കാത്ത കാരണത്താൽ എത്തിക്കാതിരിക്കലോടുകൂടെ ഉദ്റുണ്ട്. അപ്പോഴാണ് ഫാത്തിഹ തഹമ്മുൽ ചെയ്യുക. അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട്. വബിഹി ഈ ഫത്വ കൊണ്ടിട്ട് യുറദ്ദു റദ്ദ് ചെയ്യപ്പെടും. ഇഫ്താഉ ആഖരീന വേറൊരു കൂട്ടരുടെ ഫത്വ റദ്ദ് ചെയ്യപ്പെടും. എന്താ വേറെ കൂട്ടരുടെ ഫത്വ? ബിഅന്നഹു ഈ ആൾക്ക് അന്നാസി നാസിയെ പോലെയാണ് ലിൽ ഖിറാഅത്തി ഖിറാഅത്ത് മറന്നാളെ പോലെയാണെന്ന് വേറൊരു കൂട്ടർ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഖിറാഅത്ത് മറന്നാളെ പോലെ ആവുമ്പോ എന്താവും? മസ്ബൂഖിനെ പോലെ ഫാത്തിഹ സാക്കിത്താവൂല. അയാള് ഫാത്തിഹ പൂർത്തിയാക്കണം. 3 റക്അത്ത് 3 റുക്ന് വരെ ബിന്ദുയും ചെയ്യാന്നാ വരിക. വമിൻ സമ്മ അതുകൊണ്ട് തന്നെ ലൗ നസിയൽ ഇഖ്തിദാ പിന്നെ അതായത് എന്താണ് ആഖരീന്റെ ഫത്വ മർദൂദായതുകൊണ്ട് എന്നർത്ഥം. വമിൻ സമ്മ എന്ന് പറഞ്ഞാല് മറ്റൊരു കൂട്ടരുടെ ഫത്വ റദ്ദ് ചെയ്യപ്പെട്ടല്ലോ, അത് മർദൂദായതുകൊണ്ട് തന്നെ ലൗ നസിയൽ ഇഖ്തിദാ ഫി സുജൂദി മസലൻ. ഒരാള് ഇഖ്തിദാനെ മറന്നുപോയി. ഞാൻ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളാണെന്ന് മറന്നുപോയി. എവിടെ വെച്ചാൽ മറന്നു? ഫി സുജൂദി സുജൂദിൽ വെച്ച് മറന്നുപോയി മസലൻ. അത് ഉദാഹരണം പറഞ്ഞാണ്. സുമ്മ ദക്കറ പിന്നെ ഓർമ്മയായി ഞാൻ ഇമാമിനെ തുടരുന്ന ആളാണല്ലോ എന്ന്. ഫലം യഖും മൻ സജിദത്തിഹി ഇല്ലാ വൽ ഇമാമു റാക്കിഉൻ. എന്നിട്ട് സുജൂദിൽ നിന്ന് ഉയർന്നപ്പോഴത്തേക്ക് എന്തായി? ഇമാമ് റുക്കൂയിലെത്തിപ്പോയി. അതിന്റെ അടുത്ത റക്അത്തിലെ റുക്കൂയിലെത്തി. എന്നാ റക്അമാഹു ഇയാള് റുക്കൂ ചെയ്യണം എന്ന് പറഞ്ഞു. കൽ മസ്ബൂഖി മസ്ബൂഖിനെ പോലെ റുക്കൂ ചെയ്യണം. പിന്നെ ഫർഖുഹും ബൈന ഹാത്തൈനി സൂറത്തൈനി. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ആളും എന്തായി? അയാള് മസ്ബൂക്കിനെ പോലെയാണെന്ന് മറ്റേ ആളെന്താണ്? അതെ മസ്ബൂക്കിനെ പോലെ തന്നെ അല്ലേ? ഫാത്തിഹ സാക്കിത്തായിന്നല്ലേ നേരത്തെ പറഞ്ഞത് തന്നെ. തഹമ്മലു അന്നുൽ ഫാത്തിഹത്ത ലിഉദ്രിഹി എന്ന് പറഞ്ഞു. ഇവിടെ മസ്ബൂക്കിനെ പോലെ റുക്കൂ ചെയ്യണം എന്ന് പറയുമ്പോ ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധമല്ലേ? ഇമാമ തഹമ്മൽ ചെയ്തു എന്നാണ്. അപ്പോ പിന്നെ ഫർഖുഹും അയിമത്ത് അസ്ഹാബിന്റെ ഫർക്ക് ബൈന ഹാത്തൈനി സൂറത്തൈനി ഈ 2 സൂറത്തിന്റെ ഇടയിലുള്ള ഫർക്ക് സരീഹുൻ ഫീമാ ദക്കർതുഹു ഞാൻ പറഞ്ഞതിൽ സരീഹാണ്. എന്താ ഞാൻ പറഞ്ഞത്? മിനൽ ഫർഖി ബൈന മൻ യുദ്രിക്കു ഖിയാമൽ ഇമാമി വമൻ ലാ യുദ്രിക്കുഹു. ഇമാമിന്റെ ഖിയാമിനെ എത്തിക്കുന്ന ആളും എത്തിക്കാത്ത ആളുടെയും ഇടയിൽ ഞാൻ ഫർക്ക് പറഞ്ഞല്ലോ. എത്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് എന്താക്കണോ? 3 റുക്ന് വരെ പൊന്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. എത്തിക്കാത്ത ആള് മസ്ബൂക്കിനെ പോലെയാണ് ഫാത്തിഹ തഹമ്മൽ ചെയ്യും എന്ന് പറഞ്ഞത് അസ്ഹാബിന്റെ ഈ 2 സൂറത്തിന്റെ ഇടയിലുള്ള ഫർക്കിൽ നിന്ന് ബോധ്യപ്പെട്ടു എന്നാ. ഹാത്തൈനി സൂറത്തൈനി എന്ന് പറഞ്ഞാല് ബിയാൻ ഇഖ്തലഫു ഫില്ലൂല ദൂനസാനിയത്തി എന്നാ. ആദ്യം പറഞ്ഞതില് 2 ഫത്വ വന്നല്ലോ, അത് ഇഖ്തിലാഫായല്ലോ. മറ്റേല് ഇല്ല എന്നുള്ളത്. എന്നാലും ഷെർവാനി അങ്ങനല്ല പറഞ്ഞ. ഐ സൂറത്തൈ നിസിയാനിൽ ഖിറാഅത്തി നിസിയാനി കൗനിഹി മുഖ്തദിയൻ എന്ന. പിന്നെ
ഖിറാഅത്ത് മറക്കുന്ന രൂപവും എന്ന പോലെ തുടരുക എന്നത് മറക്കുന്ന രൂപവും. ഖിറാഅത്ത് മറക്കുന്ന രൂപത്തിൽ എന്തായി ഖിയാമെത്തിച്ചിട്ടുണ്ട്, അപ്പൊ അയാൾ ഓതണം. തുടർച്ച മറക്കുന്ന രൂപത്തിൽ ഇയാൾ ഖിയാമെത്തിച്ചില്ല, കാരണം സുജൂദിലല്ലേ ഇയാൾ പിന്നെ കുതുവത്ത് മറന്നുപോയത്, തുടർന്നു എന്നുള്ളത് മറന്നു പോന്നത്, അപ്പൊ ഖിയാമെത്തിക്കൂല. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ആ ഫർക്ക് സരീഹാണെന്ന് പറഞ്ഞത്. ഇനി വറക്ക ഖബല ഇത്മാമിൽ മൗമൂമി അൽ ഫാത്തിഹത്ത. അപ്പൊ അങ്ങനെ എന്ത് ഇസ്റാ ആക്കി എന്ന് പറഞ്ഞല്ലോ, ഉദുറുണ്ട്, എന്നിട്ടെന്താ ഖിറാഅത്ത് ധൃതിയിലാക്കിയിട്ട് പിന്നെന്ത് ചെയ്തു, വറക്ക ഖബല ഇത്മാമിൽ മൗമൂമിൽ ഫാത്തിഹത്ത. മൗമൂമ് ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് ഇമാം റുക്കോയിലേക്ക് പോയി. ഫഖീല, അപ്പൊ അവിടെ പറഞ്ഞ് യത്ബഉഹു, ഒരഭിപ്രായം അങ്ങനെ ആ ഇമാമിനെ പിന്തുടരണം, യത്ബഉഹു എന്നാ പറയുന്നത്. പിന്നെ തസ്ഖുത്തുൽ ബഖിയ്യത്തു, ബാക്കിയുള്ളത് സാഖിത്താകും. ഫാത്തിഹേന് ആ ബാക്കിയുള്ളത് സാഖിത്താവും, കാരണം എന്തായാലും ഉദരി ഇയാൾക്ക് ഉദറുണ്ട്. കൽ മസ്ബൂഖി, മസ്ബൂക്കിനെ പോലെ സാഖിത്താവും എന്നാ പറഞ്ഞ. മസ്ബൂക്കിന് ഉദറുണ്ടാക്കും. അപ്പൊ ഫാത്തിഹ ഇമാമത്ത് ഹംബലി ചെയ്യുന്നു. വസ്സഹീഹ്, എന്നാലെ ഖീല അല്ല അവിടെ സഹീഹ്. അപ്പൊ ഇവിടെ സഹീഹ് താനിയായ ഖിലാഫാണ്. അന്നഹു യുത്തിമ്മുഹ ഉജൂബൻ, അയാൾ ഫാത്തിഹ നിർബന്ധമായും പൂർത്തിയാക്കണം. വലീസ കൽ മസ്ബൂഖി, മസ്ബൂക്കിനെ പോലെ അല്ല. കാരണം എന്താ, ഈ അന്നഹു അദ്റക മഹല്ലഹ, കാരണം അയാള് ആ ഖിറാഅത്തിന്റെ മഹല്ല്, ആ മഹല്ലിനെ എത്തിച്ച ആളാ. മഹല്ല് എന്ന് പറഞ്ഞാൽ ഏതാ, അത് ഖിയാമിനെ എത്തിച്ച ആളാണ്. വയസ്അ ഖൽഫഹു, അപ്പൊ പൂർത്തിയാക്കുമ്പോ എന്ത് വേണം, ഇമാമിന്റെ പിന്നിൽ അങ്ങനെ പോണം, പിന്നിൽ നടക്കണം. അലാ തർത്തീബി സലാത്തി നഫ്സിഹി, ഇയാളുടെ നഫ്സിന്റെ, ഇയാളുടെ സ്വന്തം നിസ്കാരത്തിന്റെ തർത്തീബ് അനുസരിച്ച്. ഇടക്കുന്നൊന്നും വിടരുത്, ഫാത്തിഹ ഓതണോ, പൂർത്തിയാക്കിയിട്ട് റുക്കൂ പോണോ, പിന്നെ ഇജ്തിദാൽ ചെയ്യണോ, ഇങ്ങനെ പോണം. അത് മാലം യുസ്ബഖ് ബി അക്സറ മിൻ സലാസത്തി അർക്കാനിൻ മഖ്സൂദത്തിൻ ലിദാത്തിഹ, മഖ്സൂദത്തുൻ ലിദാത്തിഹ ആയ, മഖ്സൂദായത് എന്ന് പറഞ്ഞാല് അതിന്റെ ദാത്തിന് വേണ്ടി, അത് എന്ന നിലക്ക് ലക്ഷ്യമായ റുക്കനുകൾ, അങ്ങനത്തെ 3 എണ്ണം കൊണ്ട് മാലം യുസ്ബഖ്, ഈ മൗമൂമ് മസ്ബൂക്ക് ആകാതിരിക്കുമ്പോ, മുൻകടക്കപ്പെടാതിരിക്കുമ്പോ. ഏതാണ് മഖ്സൂദത്തുൽ ലിദാത്തിഹ എന്ന് പറഞ്ഞത്, വഹിയ തവീലത്തോ, തവീലത്തായ റുക്കന. അപ്പൊ ഇത്തിദാലും ഇടയിലിരുത്തൊന്നും പെടൂല, അതാ ഫലാ യുഹ്സബു മിൻഹ. അപ്പൊ മഖ്സൂദായ അർക്കാന് എന്ന് പറഞ്ഞ 3 എണ്ണപ്പെടൂല, ഇത്തിദാൽ എണ്ണപ്പെടൂല. വലൽ ജുലൂസ് ബൈന സജദത്തൈനി, 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തും എണ്ണപ്പെടൂല. ലിഅന്നഹുമാ, കാരണം അത് രണ്ടും വയും കുസിദ, അത് രണ്ടും മഖ്സൂദായ റുക്ന് തന്നെയാണ്. പക്ഷെ ലാക്കിൻ ലാലി ദാത്തിഹിമാ ബല്ലി ഗൈരിഹിമാ, അതിന്റെ ദാത്തിന് വേണ്ടി എന്താണ് മഖ്സൂദത്തല്ല, ഗൈറിന് വേണ്ടി മഖ്സൂദത്താണ്. അതായത് മറ്റുള്ളതിന്റെ ഇടയിൽ ഫർക്ക് വരിക എന്ന നിലക്ക് മഖ്സൂദാണ്. കമാ മറഫി സുജൂദ് സഹ്വ്, സുജൂദ് സഹ്വിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലാബുദ്ദ ബഅദ സബ്ഖി ബിൽ അക്സറിൽ മദ്കൂറത്തി, പിന്നെ അപ്പൊ ഇങ്ങനെ അതുകൊണ്ട് മുൻകടക്കാതിരിക്കുമ്പോ അങ്ങനെ പോണം. അതുകൊണ്ട് മുൻകടന്നാൽ മുഫാറക്കത്ത് നിയ്യത്ത് ചെയ്യണോ വേണ്ടെന്നുള്ള ഖിലാഫ് പിന്നെ പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തതിൽ നിന്ന് വിരമിക്കാനാകുമ്പോ എന്ന് പറഞ്ഞ പോലെ മൂന്നാമത്തേൽ നിന്ന് വിരമിക്കാനാവുമ്പോ തന്നെയാണോ, അതായത് 4-ാമത്തേലേക്ക് എത്തുമ്പോഴാണോ, അതാ പറയുന്നത്. ഇവിടെ 4-ാമത്തേലേക്ക് എത്തുമ്പോഴാ. അതുകൊണ്ടാണ് ബി അക്സറ മിൻ സലാസത്തി അർക്കാൻ എന്ന് പറഞ്ഞത്. വലാബുദ്ദ ബഅദ സബ്ഖി ബിൽ അക്സറിൽ മദ്കൂരി, ആ മദ്കൂറായ അക്സർ 3-ലധികം കൊണ്ട്. അപ്പൊ 3-ൽ നിന്ന് ഇമാമ് 3-ാമത്തേൽ നിന്ന് എന്താണ് അത് പൂർത്തീകരിച്ചു പോയി നടത്താം. പിന്നെ അപ്പൊ ആ സബക്കിന്റെ ശേഷം പിന്നെന്ത് വേണം, എന്തഹിയൽ ഇമാമു ഇല റാബിഇ, ഇമാമ 4-ാമത്തേലേക്ക് എത്തണം. ഔമാഹു അല സൂറത്തി, അല്ലെങ്കിൽ 4-ാമത്തെ റുക്കനിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതിന്റെ സൂറത്തിലുള്ള ഒന്നിലേക്ക് എത്തുക. അതായത് അതിന്റെ സൂറത്തിലുള്ള ഒന്നുകൊണ്ട് ഉദ്ദേശം 1-ാമത്തെ തഹിയ്യാത്ത്, അതാ തശഹുദുൻ അവ്വല്. ഫമത്താഖാമ മിന സുജൂദി മസലൻ, അപ്പോ സുജൂദിൽ നിന്ന് ഇമാമ് ഉയർന്നു. മസലൻ ഫറഗൽ മൗമൂമു ഫാത്തിഹത്തഹു, അതായത് 2-ാമത്തെ സുജൂദിൽ നിന്ന് ഇമാമ് ഉയർന്നു. അപ്പൊ എന്താവും, ഒരു റുക്കുവും 2 സുജൂദും 3 ആവുള്ളൂ. പിന്നെ ഉയരുമ്പോ അക്സറായി. ഫറഗൽ മൗമൂമു ഫാത്തിഹത്തഹു, അപ്പോ മൗമൂമ് പൂർത്തിയാക്കിയാളെ ഫാത്തിഹ പൂർത്തിയാക്കി. ഖബല തലബ്ബുസിൽ ഇമാമി ബിൽ ഖിയാമി, ഇമാമ് എന്താണ് ഖിയാമ് കൊണ്ട് ഏർപ്പെടുന്നതിന്റെ മുമ്പ്. ഖിയാമ് എന്ന് പറഞ്ഞാല്
അടുത്ത റക്അത്തിന്റെ ഖിയാമാണ്, നാലാമത്തെ റുക്കിനാകുന്ന ഖിയാം. അപ്പൊ അവിടത്തേക്ക് എത്തി ഇല്ല, അതിനു മുമ്പ് എന്നർത്ഥം. വൈൻ തഖദ്ദമഹു ജൽസത്തുൽ ഇസ്തിറാഹത്തി, അപ്പൊ ആ ഖിയാമിന്റെ മുമ്പ് ഇടയ്ക്കൊരു ജൽസത്തുൽ ഇസ്തിറാഹത്ത് ഉണ്ടാവുമല്ലോ, അത് മുൻകടന്നിട്ടുണ്ട്. പക്ഷെ ഖിയാമിലേക്ക് എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഈ മഅ്മൂമ് ഫാത്തിഹ പൂർത്തിയാക്കി. അല്ലെങ്കിലോ ഔബിൽ ജുലൂസി, അല്ലെങ്കിൽ ജുലൂസ് കൊണ്ട് ഏർപ്പെടുന്നതിന്റെ മുമ്പ്. ഖബല തലബ്ബുസിൽ ഇമാമി ബിൽ ഖിയാമി എന്ന് പറഞ്ഞാൽ നാലാമത്തെ റുക്കിന്, അല്ലെങ്കിൽ ആ സൂറത്തിലുള്ള ഒന്ന് എന്ന് പറഞ്ഞല്ലോ, അതാണ് പിന്നെ ഔബിൽ ജുലൂസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇരുത്തം കൊണ്ട് ഏർപ്പെടുന്നതിന്റെ മുമ്പ് ആ ഇരുത്തം വലൗലി തശഹുദിൽ അവ്വലി, ഒന്നാമത്തെ തശഹുദിനുള്ള ഇരുത്തമാണെങ്കിലും ശരി എന്ന് പറഞ്ഞു. കമക്തല്ലാഹു കലാമുഹും ഫീഹിമാ. പിന്നെ അപ്പൊ ജൽസത്തുൽ ഇസ്തിറാഹത്ത് അല്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അപ്പോ തശഹുദിൻ അവലിന് വേണ്ടിയുള്ള ഇരുത്താണെങ്കിലും, അപ്പൊ അതല്ലാത്തിരുത്ത ഏതാ? റുക്കനായ ഇരുത്തുണ്ടാവുമല്ലോ. ഇയാള് എന്താണ് ഇരുന്ന് നിസ്കരിക്കുന്ന ആളാ, അപ്പോ സുജൂദിന്ന് എഴുന്നേറ്റ് വന്ന് പിന്നെ അയാൾ ഇരിക്കില്ലേ, ഇരുന്നിരിക്കുന്ന ഇമാമാണെങ്കിൽ, ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമാണെങ്കിൽ, അപ്പൊ ജുലൂസ് എന്ന് പറഞ്ഞാൽ അതും പെടും, പിന്നെ ഇതും പെടും. അപ്പൊ സൂറത്തിലുള്ള രീതിയിൽ പെട്ട് കമക്തല്ലാഹു കലാമുഹും ഫീഹിമാ. പിന്നെ അത് രണ്ടിലും എന്താണ് അസ്ഹാബിന്റെ കലാമ് തേടുന്ന അനുസരിച്ചാണ് പറഞ്ഞത് എന്നർത്ഥം. ഫീഹിമാൻ തഖദ്ദമഹു എന്ന് നേരത്തെ പറഞ്ഞു, ഇവിടെ വലൗലി തശഹുദിൽ അവ്വലി എന്ന് പറഞ്ഞ രണ്ട് വായത്തിലും എന്നർത്ഥം. പിന്നെ യുഫ്റഖു ബിഅന്ന തിൽക ഖസീറത്തുൻ, എന്നാൽ ഫർക്ക് പറയപ്പെടല് ഈ പറഞ്ഞ ഖസീറത്താണല്ലോ. യുബത്തില് തത്വീലുഹാ ഫൗതുഫിറത്ത്, ഏത് ഖസീറത്താണെന്ന്. പിന്നെ ജൽസത്തുൽ ഇസ്തിറാഹത്തിനെ കുറിച്ചും എന്ന പോലെ തശഹുദിന്റെ രണ്ടിരുത്തവും. അപ്പൊ അവിടെ ജൽസത്തുൽ ഇസ്തിറാഹത്തിൽ ഇരുന്നാൽ എന്തില്ല, നാലാമത്തെ സൂറത്തിലേക്ക് എത്തിയതായി കൂട്ടൂല. തശഹുദില് എന്താണ് ഇരുന്നാല് നാലാമത്തെ സൂറത്തിൽ എത്തിയതായി കൂട്ടുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയ്ക്കൽ ഫർക്ക് പറയപ്പെട്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ബിഅന്ന തിൽക ഖസീറത്തുൻ യുബത്തില് തത്വീലുഹാ ഫൗതുഫിറത്ത്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തത് കസീറാണ്, അതിന് നീട്ടിയാൽ എന്താവും? സ്കാരം ബാത്തിലാവും. അപ്പൊ അത് കസീറത്തായതുകൊണ്ട് പൊറുക്കപ്പെട്ടു. ബിഖിലാഫി തശഹുദിൽ അവ്വലി, തശഹുദിൽ അവ്വൽ അങ്ങനെയല്ല, അത് കസീറത്തായ ഇരുത്തല്ല, കുറച്ച് നീണ്ടിരുത്താണല്ലോ. യസ്ആ അലാ തർത്തീബി നഫ്സിഹി. അപ്പൊ എന്താണ് ഈ യസ്ആ എന്ന് പറഞ്ഞ എന്തിന്റെ ജവാബാ? നേരത്തെ പറഞ്ഞ ഫമത്താ ഖാമ മിനസ് സുജൂദി ഫറഗൽ ഇമാമു ഫാത്തിഹത്തഹു. ഫറഗൽ ഇമാമു ഫാത്തിഹത്തഹു എന്നാണ് ഇവിടെയുള്ള നുസ്ഖ. മിൻ ഫാത്തിഹത്തിഹിന്നോ അല്ലെങ്കിൽ ഫറഗൽ ഇമാമു ഫാത്തിഹത്തഹു എന്ന് ശബ്ദുകൊണ്ട് വായിച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫാത്തിഹത്തഹു എന്നുള്ളത് നസ്ഉൽ ഖാഫിലായിട്ട് മിൻ ഫാത്തിഹത്തിഹി എന്നാണ്, ഫറഗ മിൻഹു എന്നല്ലേ പറയാ, അങ്ങനെ. അപ്പൊ അങ്ങനെ ആയാലും എന്ത് ചെയ്യണം? ഈ മഅ്മൂമ അയാളുടെ സ്വന്തം തർത്തീബ് അനുസരിച്ച് അങ്ങനെ പോണം. അത് ബാദ തലബ്ബുസ്, അല്ലെങ്കിൽ ആ ഖിയാമ് അല്ലെ ജുലൂസ്, ഇത് രണ്ടാലൊന്നുകൊണ്ട് തലബ്ബുസ് ആയതിന് ശേഷമാണ് എന്താണ് മഅ്മൂമ് വിരമിക്കുന്നതെങ്കിൽ, ഫാത്തിഹ ഓതി തീർക്കുന്നതെങ്കിൽ ഫകമാ ഖാല, അപ്പൊ മുസന്നിഫ് പറയും പോലെ ചെയ്യണം. എന്താ പറഞ്ഞത്? ഫൈൻ സുബിഖ, മഅ്മൂമ് മുൻകടക്കപ്പെട്ടാൽ ബി അക്സറ മിമ്മാ ദുക്കിറ, നേരത്തെ പറഞ്ഞതിനേക്കാൾ അക്സറുണ്ട്, അതായത് നാലാമത്തേലേക്ക് എത്തി. അത് അബിയൻ ഇന്ദഹ ഇല റാബി, നാലാമത്തേലേക്ക് എത്തി, റുക്കനിലേക്ക് എത്തി, അല്ല അതിന്റെ സൂറത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞല്ലോ. നാലാമത്തെ റുക്കനിലേക്ക് എത്തൽ എങ്ങനെ? ഇയാൾ റുക്കൂ ചെയ്തു ഇമാം, വൽ മഅ്മൂമു ഫിൽ ഇഅ്തിദാൽ, ഇമാം മഅ്മൂം ഇഅ്തിദാലിലാണ്. അപ്പോ നാലാമത്തേലെത്തിയല്ല. പിന്നെ ഔ ഖാമ ഔ ഖഅദ, അല്ലെങ്കിൽ ഇമാമ് നിന്നു ഖിയാമിലേക്ക് എത്തി, അല്ലെങ്കിൽ ഇരുന്നു. വഹുവ ഫിൽ ഖിയാമി, ആ മഅ്മൂമാണെങ്കിലോ ഫാത്തിഹന്റെ ഖിയാമിലാണ്, ഇഅ്തിദാലിന്റെ ഖിയാമല്ല, ഫാത്തിഹന്റെ ഖിയാമിലാണെങ്കിൽ ഫഖീല പറയപ്പെട്ടിട്ടുണ്ട് യുഫാരിഖുഹു ബിന്നിയ്യത്തി ഉജൂബൻ, നിയ്യത്ത് ചെയ്തിട്ട് ഇമാമിനെ മുഫാറഖ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ലിതഅസ്സുരിൽ മുവാഫഖത്തി, 3 റുക്കിനേക്കാൾ അധികം കൊണ്ട് പിന്തിയപ്പോ ഇനി മുവാഫഖത്ത് തഅസ്സുറാണ്, അപ്പൊ അതുകൊണ്ട് പറ്റൂല. ഇമാമിനോട് യോജിച്ചുകൊണ്ടുള്ള ആ മുത്താബഅത്ത് പറ്റൂലല്ലോ. ഇപ്പൊ തഖല്ലുഫ് ഫാഹിഷായില്ലേ, അതുകൊണ്ട് ഇനി എന്താക്കണം? പിന്നെ നിയ്യത്ത് കൊണ്ട് മുബാറക് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാല് വല്ല സഹു, അപ്പൊ ഖീലന്റെ എതിരിലൂടെ വല്ല സഹു, അപ്പൊ അസഹുൽ ദാനിയായ ഖിലാഫാണ്. അന്നഹു ലാ തൽസമുഹു മുഫാറഖത്തുഹു,
ഇവന് എന്താണ് മുഫാറക്കത്ത് നിർബന്ധമല്ല. അന്നഹു ലാ തൽസമുഹു മുഫാറക്കത്തുഹു എന്നാണ്. ബൽ യത്ബഅഹു, ഈ മഅ്മൂം മുഫാറക്കത്ത് നിർബന്ധമല്ല, പിന്നെന്ത് ചെയ്യാ? യത്ബഅഹു, ഇമാമിനെ പിന്തുടരാം വുജൂബൻ നിർബന്ധമായിട്ടും. ഇല്ലം യൻവി മുഫാറക്കത്ത്, മുഫാറക്കത്ത് കരുതുന്നില്ലെങ്കിൽ എന്താണ് പിന്തുടരണമെന്നാ. അല്ല മുഫാറക്കത്ത് എന്താക്കുക ചെയ്യുകയും ചെയ്യാം. മുഫാറക്കത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? നേരത്തെ പറഞ്ഞ മുഫാറക്കത്ത് നിർബന്ധമാണ്, അതേ മാർഗമുള്ളൂ എന്നാ. അതില്ലാതെ ഇപ്പൊ വല്ല സഹു എന്ന് പറഞ്ഞാൽ മുഫാറക്കത്തും ചെയ്യാം അല്ലെങ്കിൽ പിന്തുടരുകയും ചെയ്യാം. അതായത് ഇല്ലം എന്നീ മുഫാറക്കത്താവും. എവിടെ ഇമാമിനെ പിന്തുടരണം? ഫീമാ ഹുവ ഫീഹി, ഇമാമ് ഏതൊന്നിലാണോ ഉള്ളത് അതിൽ പിന്തുടരണം എന്നാണ്. അപ്പൊ ഇയാളെ സ്വന്തം എന്താണ് നഫ്സിന്റെ തർത്തീബ് അനുസരിച്ച് പോകരുത്. ഇമാം ഇപ്പൊ എവിടെയാണുള്ളത് അതിലേക്കാണ്ട് പോകണം എന്നർത്ഥം. അപ്പൊ നേരത്തെ മഅ്മൂം ഇഅ്തിദാലിലാണ്, ഇമാം റുക്കൂ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണോ ആ ഇഅ്തിദാലിൽ നിന്ന് റുക്കൂയിലേക്ക് അങ്ങ് പോകണോ? അപ്പൊ അത് അടുത്ത റക്അത്തിന്റെ റുക്കൂ ആയിരിക്കും. അപ്പൊ ഒരു റക്അത്ത് അങ്ങ് പോകും. അല്ലെങ്കിൽ ഇമാം ഖിയാമിലാണ് മഅ്മൂം ഖിയാമിലാണ്, ഇമാം ഖിയാമിലെത്തി അല്ലെങ്കിൽ എന്ത് ഇരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താക്കണോ? ഈ മഅ്മൂം ആ ഖിയാമാക്കി കൂട്ടണം. അടുത്ത റക്അത്തിന്റെ ഖിയാമാവും അത്. അല്ലെങ്കിൽ ഇമാം ഇരുന്നാതാണെന്നുണ്ടെങ്കിൽ ഈ മഅ്മൂം അങ്ങ് ഇരുന്ന് കൊടുക്കണോ? അതാണ്. അതായത് ഫർഷൽ മുഖാലഫത്തി ഫി സഈഹി അലാ തർതീബി നഫ്സിഹി, ഇമാമിന്റെ ഇമാം ഏതിലാണോ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ തർത്തീബ്, നിസ്കാരത്തിന്റെ തർത്തീബ് അനുസരിച്ച് പിന്തുടരണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അത് ഇയാളുടെ നഫ്സിന്റെ തർത്തീബിന്റെ മേലില് ഇയാളുടെ സഈ സഈല് ഫർഷൽ മുഖാലഫത്ത് ഉള്ളത് കൊണ്ട് അത് പറ്റൂല. അമീൻ സമ്മ, ഇതുകൊണ്ട് തന്നെ ഈ ഫർഷൽ മുഖാലഫത്ത് ഉള്ളത് കൊണ്ട് തന്നെ അബ്തല മിൻ ആമിദിൻ ആലിമിൻ, പിന്നെ ആമിദും ആലിമുമായ ആളിൽ നിന്ന് ഇത് എന്താക്കും? നിസ്കാരത്തിനെ ബാത്തിലാക്കും. ആ സഈൻ അലാ തർത്തീബി നഫ്സിഹി, അതായത് മുഫാറക്കത്തിന്റെ നിയ്യത്തും ചെയ്തിട്ടില്ല, ഇമാമ് ഏതിലാണോ ഉള്ളത് അതിലേക്ക് പോയതും ഇല്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും, ആമിദും ആലിമാണെങ്കിൽ. വൈദാ തബിഅഹു, അപ്പോ അങ്ങനെ ആ മഅ്മൂം ഈ ഇമാമിനെ പിൻപറ്റിയതില് ഈ മാഹുവ ഫീഹി എന്ന് പറഞ്ഞില്ലേ, ആ ഫീലില് പിൻപറ്റി ഫറക്ക. അപ്പൊ ഇമാം റുക്കൂ ചെയ്തു, ഫറക്ക തബിഅഹു ഫറക്ക. ഓഹോ ഇലെല്ലാം ലം യുത്തിമ്മൽ ഫാത്തിഹ, എന്നിട്ടും ഫാത്തിഹ പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ അപ്പൊ ഇപ്പോഴത്തെ ഖിയാമാണ് അല്ലെ. അയാള് ഈ മഅ്മൂം ഒന്നാമത്തെ റക്അത്തിന്റെ ഫാത്തിഹയിലാണുള്ളത്. അപ്പോഴത്തേക്ക് എന്തായി? ഇമാമ് രണ്ടാമത്തെ ഖിയാമിലെത്തി. അപ്പൊ രണ്ടാമത്തെ ഖിയാമിലെ ഫാത്തിഹ ഓതണല്ലോ, അതോതി. അതോതുമ്പോ തീരുന്നതിന് മുമ്പ് ഇമാമ് പിന്നെ റുക്കൂ ചെയ്തു. അപ്പൊ എന്താവും? അതാണ് തഖല്ലഫ, ആ മഅ്മൂം പിന്തണം. എന്തിനു പിന്തണം? ലീക്മാലിഹ, ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി പിന്തണം. മാലം യുസ്ബഖ് ബിൽ അക്സരി അയ്ലൻ, അല്ലോ ആ അസ്ബക്ക് കൊണ്ട് മുൻകടക്കപ്പെടാതിരിക്കുമ്പോ വീണ്ടും ഈ രണ്ടാമത്തെ രൂപത്തിലും അങ്ങനെ തന്നെ അയാൾ മഅ്ദൂറാണ്, പൂർത്തിയാക്കണം. മൂന്നിലെ അക്സർ കൊണ്ട് മുൻകടക്കപ്പെടാതിരിക്കുന്നിടത്തോളം അങ്ങനെ ആക്കാം. അപ്പൊ അവിടെ പൂർത്തിയായില്ലെങ്കിലോ ഇയാൾ മൂന്നാമത്തേലേക്ക് എത്തിയാല് ഇമാമ് മൂന്നാമത്തേലേക്ക് അല്ല അത്തയ്യാത്തിന് വേണ്ടി ഇരുന്നു പോയാലും ഇയാൾ അത്തയ്യാത്തിന് വേണ്ടി ഇരിക്കണം. അങ്ങനെ അപ്പൊ രണ്ടരക്കാലത്ത് വീണ്ടെടുക്കണം. അതാണ് പറയുന്നത്. ഉമ്മ എത്തതാറക്കുമാ ഫാത്തഹു, പിന്നെ ഇയാൾക്ക് നഷ്ടപ്പെട്ട വീണ്ടെടുക്കണം. ഈ മഅ്മൂം വീണ്ടെടുക്കണം. ബഅദ സലാമിൽ ഇമാമി, ഇമാമിന്റെ സലാമിന്റെ ശേഷം. കൽ മസ്ബൂഖി, മസ്ബൂഖിനെ പോലെ എന്താക്കണം? വീണ്ടെടുക്കണം എന്നാ. ഇനി മഅ്മൂം ഫാത്തിഹ പൂർത്തിയാക്കാത്തത് ദുആഉൽ ഇഫ്തിതാഹ് ഓതാൻ നിന്നത് കൊണ്ടാണെങ്കിലോ എന്നുള്ള മസല. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.